ആശാസമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സെക്രട്ടേറിയറ്റ് പടിക്കൽ ഇന്ന് പൗരസാഗരം സംഘടിപ്പിച്ചു. ആശമാരുടെ സമരത്തിന് ഐക്യദാർഢ്യവുമായി കേരള സാഹിത്യ അക്കാദമി ചെയർമാൻ കെ സച്ചിദാനന്ദൻ പൗരസാഗരത്തിൽ വീഡിയോയിലൂടെ പങ്കെടുത്തു. സർക്കാരിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചാണ് ഐക്യപ്പെടൽ. സംസ്ഥാനത്തെ പ്രമുഖ സാമൂഹ്യ സാംസ്കാരിക വ്യക്തിത്വങ്ങൾക്കൊപ്പം ആശാപ്രവർത്തകർ, കുടുംബാംഗങ്ങൾ, സമരത്തെ പിന്തുണയ്ക്കുന്ന വിവിധ സംഘടനകൾ തുടങ്ങി നിരവധി പേർ പൗരസാഗരത്തിന്റെ ഭാഗമായി. സമരം ചെയ്യുന്നത് സ്ത്രീകളെന്ന പരിഗണന പോലും സർക്കാർ നൽകുന്നില്ല എന്നും സംസ്ഥാന സർക്കാരിന്റെ മറുപടികൾ നിർഭാഗ്യകരമെന്നും കെ സച്ചിദാനന്ദൻ കുറ്റപ്പെടുത്തി. ചെറിയ ഒരു വർധനയെങ്കിലും അനുവദിച്ച് എന്തുകൊണ്ട് സമരം അവസാനിപ്പിക്കുന്നില്ല? കേരളത്തിന്റെ ആരോഗ്യരംഗത്തെക്കുറിച്ച് അഭിമാനമുണ്ട് എങ്കിൽ അതിന് പ്രധാന കാരണം ആശമാരെന്നും അവകാശം പോലും ചോദിക്കാൻ അവകാശമില്ലാത്ത അഭയാർത്ഥികളാണോ ആശാവർക്കർമാരെന്നും കെ സച്ചിദാനന്ദൻ ചോദിച്ചു. സർക്കാരിനെതിരെ ഭരണപക്ഷ തൊഴിലാളി യൂണിയൻ സമരം ചെയ്യുന്ന ഒരു കാലമുണ്ടായിരുന്നു കേരളത്തിലെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ഭരണവും സമരവും എന്നായിരുന്നു EMS മുന്നോട്ട് വെച്ച മുദ്രാവാക്യം. പക്ഷേ അധികാരം ആ മുദ്രാവാക്യത്തെ നിശബ്ദമാക്കി. സർക്കാരിൻ്റേത് കോർപ്പറേറ്റ് CEOമാരുടെ സ്വരമെന്നും പാവപ്പെട്ട സ്ത്രീകളോട് ഡൽഹിയിൽ പോയി സമരം ചെയ്യൂ എന്നല്ല സർക്കാർ പറയേണ്ടതെന്നും കെ സച്ചിദാനന്ദൻ പറഞ്ഞു. ചെറിയ വേതന വർധനവെങ്കിലും നൽകി പ്രശ്നം പരിഹരിച്ചില്ല എങ്കിൽ ആത്മഹത്യാപരമായി നീക്കമാകും. ആശമാരോട് അനുഭാവപൂർവ്വം പെരുമാറണമെന്ന് തന്റെ ഗവൺമെന്റിനോട് അഭ്യർത്ഥിക്കുന്നുവെന്നും സച്ചിദാനന്ദൻ പറഞ്ഞു. വലത് ഫാസിസ്റ്റുകളുടെ ഭാഷ ഉപയോഗിക്കരുതെന്ന് സർക്കാരിനോട് കെ സച്ചിദാനന്ദൻ ആവശ്യപ്പെടുകയും ചെയ്തു. അവകാശം പോലും ചോദിക്കാൻ അവകാശമില്ലാത്ത അഭയാർത്ഥികളാണോ ഈ ആശാ വർക്കർമാർ? ആരോഗ്യ മേഖലയുടെ ഒരു അവശ്യ ഘടകമല്ലേ അവർ? ഭരണവും സമരവും എന്ന EMS മുന്നോട്ട് വച്ച മുദ്രാവാക്യം വളരെ കാലം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യങ്ങളിൽ ഒന്നായിരുന്നു. പക്ഷേ അധികാരം ആ മുദ്രാവാക്യത്തെ നിശബ്ദമാക്കിയിരിക്കുന്നു. ഒരു സമരവുമായി, പ്രക്ഷോഭവുമായി ഉയർന്നു വരുമ്പോൾ അവരുടെ ശബ്ദം കേൾക്കുക എന്നത്, അതിനോട് കേവലമായ മാനുഷികതയോടെ പ്രതികരിക്കുക എന്നത് ഇടതുപക്ഷത്തിന്റെ പ്രാഥമികമായൊരു ധർമ്മമാണ് എന്ന് ഞാൻ കരുതുന്നു. ഈ സമരം നടത്തുന്നത് ഏതെങ്കിലും ഫാസിസ്റ്റ് പാർട്ടിയോ അല്ലെങ്കിൽ ഇടതുപക്ഷ വിരുദ്ധ കക്ഷിയോ അല്ല. നേരെ മറിച്ച് ഒരു ചെറിയ ഇടതുപക്ഷ കക്ഷിയായ SUCI ആണ് എന്ന കാര്യവും ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഒരു ഇടതുപക്ഷ സമരത്തെ ഒരു ഇടതുപക്ഷ സർക്കാർ അടിച്ചമർത്തുന്നു എന്ന വിചിത്രമായ അവസ്ഥയാണ് കേരളത്തിൽ സംജാതമായിരിക്കുന്നത്. അതേസമയം ഈ പാവപ്പെട്ട സ്ത്രീകളോട് ഡൽഹിയിൽ പോയി സമരം ചെയ്യൂ എന്ന് പറയുക അല്ല വേണ്ടത്. നേരെ മറിച്ച് അവരെ ചർച്ചയ്ക്ക് വിളിക്കുകയും ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി അവരോട് വിശദീകരിക്കുകയും അത് കഴിഞ്ഞ് അതുകൊണ്ട് നിങ്ങൾക്കൊന്നും തരാൻ പറ്റില്ല, സമരം നിർത്തൂ എന്ന് പറയുകയല്ല വേണ്ടത്. നേരെ മറിച്ച് ഇതെല്ലാം പറഞ്ഞ ശേഷം അവരോട് ഞങ്ങൾക്ക് ഇപ്പോൾ ഇത്ര മാത്രമേ തരാൻ കഴിയൂ എന്ന് പറഞ്ഞ് ഒരു ചെറിയ വേതന വർധനവെങ്കിലും നൽകുകയാണ്. അതിലൂടെ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇത് ആത്മഹത്യാപരമായ ഒരു നീക്കമാകും എന്ന് ഞാൻ എന്നോടും എൻ്റെ കൂടി എന്ന് ഞാൻ കരുതുന്ന ഗവൺമെന്റിനോടും പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അവരോട് കോർപ്പറേറ്റ് CEOമാരുടെ ഭാഷ ഉപയോഗിക്കാതിരിക്കുക, വലതുപക്ഷ ഫാസിസ്റ്റുകളുടെ ഭാഷ ഉപയോഗിക്കാതിരിക്കുക, ഇതിനെ നീതിയുടെ പ്രശ്നമായി കാണുക. ആരുയർത്തിയാലും ഒരു നീതിയുടെ പ്രശ്നത്തിനോട് പ്രതികരിക്കുക എന്നത് ഒരു ജനാധിപത്യ ഗവൺമെന്റിന്റെ, ഇടതുപക്ഷം അല്ലെങ്കിൽ പോലും ജനാധിപത്യ ഗവൺമെന്റിന്റെ കടമയാണ്. വിവിധ മേഖലകളിൽ നിന്നായി നിരവധി പേർ പൗരസാഗരത്തിൽ പങ്കാളികളായി. സമരത്തിൽ പങ്കുചേർന്നവർ ആശാവർക്കർമാർക്ക് പിന്തുണയുമായി ചെലവിന് ആവശ്യമായി പണം സമ്പാദിക്കുന്നതിന് 100 രൂപ വിലയുള്ള ബാഗുകൾ നൽകി. ആശാ സമരത്തിന് അവർ സംഭാവന ചെയ്യാനാണ്, ഇതിലൂടെ ഒരു സംഭാവന ഉണ്ടാക്കാൻ കൂടി അവർ ശ്രമിക്കുന്നുണ്ട്. ഈ സഞ്ചി 100 രൂപയാണ് വില. ഇത് വാങ്ങിയാൽ അതിൽ ഒരു ഓണറേറിയം വർദ്ധിപ്പിക്കുക, വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങി ജീവൽ പ്രധാനമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ നടത്തുന്ന സമരം 2 മാസം പിന്നിട്ടിട്ടും ഒത്തുതീർപ്പിന് സർക്കാർ വഴങ്ങിയിട്ടില്ല. ആശമാരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കണമെന്നും ലജ്ജാകരമായ ഓണറേറിയത്തിന് പകരം മാന്യമായ വേതനം നൽകാൻ സർക്കാർ തയ്യാറാക്കണമെന്ന് ചൂണ്ടിക്കാട്ടിയുമായിരുന്നു ഇന്നത്തെ പൗരസാഗരം. M5 ന്യൂസ്, തിരുവനന്തപുരം.